കിട്ടിയ ഫ്രീ ടൈമിൽ ഔട്ടർ ലണ്ടനിൽ ഉള്ള ചെഷാമിൽ നിന്നും ഒരു യാത്ര. ശരത്കാലമാണിത്. നവംബർ മാസത്തിന്റെ 9-ാം ദിനം രാവിലെ 10 മണിക്ക് മുമ്പ് യാത്ര പുറപ്പെട്ടു. 10-12 സെൽഷ്യസ് ആണ് അന്തരീക്ഷം. ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് ചെറിയ തണുപ്പുള്ള ദിനം. ആകാശം പൊതുവെ മൂടിയതാണ്. കാഴ്ചകളിലും ആ തെളിച്ചക്കുറവ് കാണാമെങ്കിലും യാത്രയ്ക്ക് ഒരു നല്ല ദിനമായിരുന്നു. യുകെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നും ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ ഒന്നുമായ M25 അല്ലെങ്കിൽ ലണ്ടൻ ഓർബിറ്റൽ മോട്ടോർവേയിലൂടെയാണ് ട്രിപ്പിന്റെ ആരംഭം. യാത്രയുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കാൻറ്റർബറിയിലേക്കും പിന്നീട് ഡോവറിലേക്കുമാണ്. പോകുന്ന വഴിക്ക് തന്നെ ഹെഡ്ഫോർഡ്ഷെയർ പട്ടണമായ വാൾത്താം ക്ലോസിൽ ഒരു തുരങ്കമുണ്ട്. 600 മീറ്റർ നീളമുള്ള 1984 തുറന്ന ഹോംസ്ഡെയിൽ ടണൽ. നിറയെ ലൈറ്റുകളും ആധുനിക വായുസഞ്ചാര രീതികളും നിറഞ്ഞ തുരങ്കം. അവിടെ നിന്നും 7 മൈലുകൾക്ക് ശേഷം ഇംഗ്ലണ്ടിലെ എസെക്സിലെ ഒരു വാസസ്ഥലമായ ബെൽകോമണിൽ എത്തുമ്പോൾ ഈ റോഡ് അടുത്ത ടണലിലേക്ക് കയറുവാണ്. തെക്ക് ഭാഗത്തുള്ള പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള എപ്പിക് വനവും വടക്ക് ഭാഗത്തുള്ള വാസസ്ഥലങ്ങൾക്കും ഇടയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പിലൂടെ 470 മീറ്റർ നീളമുള്ള ബെൽകോമൺ ടണൽ എന്നറിയപ്പെടുന്ന ഒരു ഭൂഗർഭ തുരങ്കം. തുരങ്കമിറങ്ങിയാൽ പിന്നെ ഈ റോഡ് പോകുന്നത് ഡാർട്ട്ഫോർഡ് ക്രോസിംഗിലേക്കാണ്. ഇംഗ്ലണ്ടിലെ കെന്റിലെ ഡാർട്ട്ഫോർഡ് ബറോയിലെ പ്രധാന പട്ടണമായ ഡാർട്ട്ഫോർഡും തേംസ് നദിയുടെ വടക്കേക്കരയിലുള്ള സ്ഥലമായ തുറോക്കുമായി ബന്ധിപ്പിക്കുന്ന തേംസ് നദിയുടെ കുറുകെയുള്ള 2 ടണൽസും കേബിൾ സ്റ്റേ ചെയ്ത ക്വീൻ എലിസബത്ത് രണ്ടാമൻ പാലവും ഉൾപ്പെടുന്ന ഡാർട്ട്ഫോർഡ് തുറോക്ക് റിവർ ക്രോസിംഗ്, ചുരുക്കത്തിൽ ഡാർട്ട്ഫോർഡ് ക്രോസിംഗ്. വാഹനത്തിരുന്ന് തന്നെ ചില കപ്പലുകൾ ദൂരത്തായി കാണാൻ കഴിയും. തൊട്ടു താഴെയുള്ളത് യുകെയിലെ 2ാമത്തെ ഏറ്റവും നീളം കൂടിയ തേംസ് നദിയാണ്. വലിയ കപ്പലുകൾ ഈ പാലത്തിനടിയിൽ കൂടെ പോകാറുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഈ പാലത്തിലൂടെയാണെങ്കിലും തിരിച്ചു വരേണ്ടത് തുരങ്കത്തിലൂടെയാണ്. ഈ പോകുന്നത് 1988-നും 1991-നും ഇടയിൽ നിർമ്മിച്ച ഒരു ദിവസം ശരാശരി 1,30,000 വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഇരുവശത്തെയും അപ്രോച്ച് വയഡക്റ്റുകൾ ഉൾപ്പെടെ 2812 മീറ്റർ നീളമുള്ള 137 മീറ്റർ ഉയരമുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ക്വീൻ എലിസബത്ത് രണ്ടാമൻ പാലമാണ്. ക്രോസിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പേരല്ലെങ്കിലും തേംസ് നദിക്ക് കുറുകെയുള്ള യഥാർത്ഥ റോഡിന് കാൻറ്റർബറി വേ എന്നാണ് പേര്. തിരിച്ചു വരാനുള്ള 1430 മീറ്റർ നീളമുള്ള തുരങ്കം ഈ നദിയുടെ അടിയിലൂടെയാണ്. അടിയിലൂടെ 2 തുരങ്കമാണുള്ളത്. പടിഞ്ഞാറൻ തുരങ്കം 1963-ലും കിഴക്കൻ തുരങ്കം 1980-ലും തുറന്നു കൊടുത്തതാണ്. അങ്ങനെ ഈ പാലം ഇറങ്ങി യാത്ര ഇനിയും കാൻറ്റർബറി എന്ന ചെറിയ നഗരത്തിലേക്കാണ്. ഓട്ടം സീസണിന്റെ അവസാനം വിന്റർ കാലത്തെ വരവേൽക്കാനായി വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം പഴുത്തു തുടങ്ങിയിരിക്കുന്നു. വിന്റർ ആകുമ്പോഴേക്കും ഇവയെല്ലാം പഴുത്തു വീണ് മരച്ചില്ലകൾ മാത്രമായി അവശേഷിക്കും. M2 മോട്ടോർവേയിൽ നിന്നും ബ്രെൻലി കോർണർ ചുറ്റി A2 ബൗട്ടൺ ബൈപ്പാസിലേക്ക്. ഇംഗ്ലണ്ടിലെ കെന്റ് കൗണ്ടിയിലെ ഒരു നഗരവും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവുമാണ് കാൻറ്റർബറി. ഒരു ജനപ്രിയ ടൂറിസ്റ്റ് കേന്ദ്രമായ കാൻറ്റർബറിയുടെ സമ്പദ്ഘടന ഉന്നത വിദ്യാഭ്യാസത്തിനും ചില്ലറ വിൽപ്പനയ്ക്കുമൊപ്പം ടൂറിസത്തെയും വളരെയധികം ആശ്രയിക്കുന്നു. നിരവധി ചരിത്രപരമായ ഘടനകൾ നിറയുന്ന ഈ സ്ഥലത്തെ കാൻറ്റർബറി കത്തീഡ്രലാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. പിന്നീട് ഇടതു തിരിഞ്ഞ് A2050 റീംസ് വേയിലേക്ക്. സെന്റ് പീറ്റേഴ്സ് റൗണ്ട് അബൌട്ട് കറങ്ങി ഒരു 3 മിനിറ്റ് കൂടി യാത്ര. അപ്പോഴേക്കും കാൻറ്റർബറി കത്തീഡ്രൽ പാർക്കിംഗ് എത്തിപ്പോയി. വണ്ടി പാർക്ക് ചെയ്യുന്നത് കത്തീഡ്രലിന്റെ വലിയ ചുറ്റുമതിലിന് വെളിയിലാണ്. ക്വിൻ ഗേറ്റ് കാർ പാർക്ക് എന്ന പാർക്കിങ്ങിലാണ് വണ്ടി ഇടുന്നത്. തിരികെ വരുമ്പോൾ അവിടെയുള്ള മെഷീനിൽ പാർക്കിംഗ് ഫീ അടച്ചാൽ മതി. കത്തീഡ്രലിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കി തുറന്നിരിക്കുന്ന വിവിധ സ്റ്റോറുകൾ കാണാം. 1914 മുതൽ 19 വരെ നീണ്ടുനിന്ന 1-ാം ലോക മഹായുദ്ധത്തിൽ കാൻറ്റർബറിയിൽ നിന്നും നഷ്ടപ്പെട്ട 531 പേരുടെയും 1939 മുതൽ 45 വരെ നീണ്ട 2-ാം ലോക മഹായുദ്ധത്തിൽ കാൻറ്റർബറിയിൽ നിന്നും യുദ്ധത്തിൽ പങ്കെടുത്ത് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട പടയാളികളുടെ സ്മരണാർത്ഥമുള്ള ഒരു സ്റ്റാച്യുവാണ് കോട്ടയ്ക്ക് പുറത്തുള്ള ക്രൈസ്റ്റ് ചർച്ച് ഗേറ്റിന്റെ മുമ്പിൽ ബട്ടർ മാർക്കറ്റിന്റെ ഇടയിൽ കാണാൻ സാധിക്കുക. ചെറിയ പുനരുദ്ധാന പണികളൊക്കെ നടക്കുന്ന കത്തീഡ്രലിന്റെ കോട്ടവാതിലിലൂടെ അകത്തേക്ക് കടക്കുവാണ്. ക്രൈസ്റ്റ് ചർച്ച് ഗേറ്റ് കടന്ന് കത്തീഡ്രലിലേക്ക്. വെൽക്കം ടു കാൻറ്റർബറി കത്തീഡ്രൽ. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ആത്മീയ നേതാവും ലോകമെമ്പാടുമുള്ള ആംഗ്ലിക്കൻ കൂട്ടായ്മയുടെ പ്രതീകാത്മക നേതാവുമായ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന്റെ കത്തീഡ്രലാണിത്. കെന്റിലെ കാൻറ്റർബറിയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഇംഗ്ലണ്ടിലെ ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതികളിൽ ഒന്നാണ്. Thank you.
വാതിൽ കടന്ന് അകത്ത് കയറുമ്പോൾ വലിയ ഉയരമുള്ള, വളരെ വലിപ്പമുള്ള, നിറയെ കൂറ്റൻ തൂണുകൾ നിറഞ്ഞ ഒരുപാട് ചെയറുകൾ നിരത്തിയിരിക്കുന്ന വലിയൊരു പള്ളിയാണ്. അരണ്ട വെളിച്ചത്തിൽ കാണുന്ന പള്ളിയുടെ പല ഭാഗത്തായി ഈ കെട്ടിടത്തിന്റെ വിവിധ കാലത്തെ രൂപരേഖകളും ചരിത്രങ്ങളും ചില ശില്പങ്ങളും കുറിപ്പുകളും കൊത്തിവെച്ചിരിക്കുന്ന ശിലാഫലകങ്ങളും കാണാം. ഉയർന്ന പടികളോടുകൂടിയ തടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ പ്രസംഗ പീഠമുണ്ട്. അവിടെ ആയിരിക്കും ഇവിടുത്തെ ആർച്ച് ബിഷപ്പ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. അതിലെല്ലാം വിശ്വാസപരമായതും ചരിത്രം സംബന്ധിച്ചതുമായ വിവിധ കൊത്തുപണികളും ശില്പങ്ങളുമുണ്ട്. ചരട് കെട്ടി പ്രവേശനം വിലക്കിയിരിക്കുന്നതിന് അകലെയായി ഒരു അൾത്താര കാണാം. ഈ കാണുന്ന കാഴ്ചക്കെല്ലാം ഒരു പഴമയുടെ നിറവും രൂപവുമൊക്കെയുണ്ട്. ചെയറുകളും ടേബിളുകളും സാധാരണയുള്ള മോഡേൺ ഫർണിച്ചറുകളും ഇവിടെ കാണാം. ഉയരുന്ന ഗോപുരങ്ങൾ, സങ്കീർണമായ കൊത്തുപണികൾ, സ്റ്റെയിൻ ഗ്ലാസ് എന്നിവ ഉൾപ്പെടെയുള്ള മധ്യകാല വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളിലൊന്ന്. കാൻറ്റർബറിയിലെ കത്തീഡ്രൽ ആൻഡ് മെട്രോപൊളിറ്റിക്കൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ഇതിന്റെ ഔദ്യോഗിക പേര്. 597 സ്ഥാപിതമായ കത്തീഡ്രൽ 1070-നും 1077-നും ഇടയിൽ പൂർണ്ണമായും പുനർനിർമ്മിച്ചു. 1174 ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് 12-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഗോഥിക് ശൈലിയിൽ വലിയ തോതിൽ പുനർനിർമ്മിച്ചു. പ്രത്യേകിച്ച് 1170 കൊല്ലപ്പെട്ട ആർച്ച് ബിഷപ്പ് തോമസ് ബെക്കറ്റിന്റെ ആരാധനാലയം സന്ദർശിക്കുന്ന തീർത്ഥാടകരുടെ ഒഴുക്കിനെ ഉൾക്കൊള്ളുന്നതിനായി കിഴക്കോട്ട് ഗണ്യമായ രീതിയിൽ വിപുലീകരിച്ചു. ഗോഥിക് ശൈലിയുടെ ഭാഗമായ നോർമൻ നേവും ട്രാൻസെപ്റ്റുകളും 14-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ നിലനിന്നിരുന്നു. അവ ഇന്നത്തെ ഘടനകൾക്ക് വഴിയൊരുക്കുന്നതിനായി പൊളിച്ചു നീക്കപ്പെട്ടു. പിന്നെ അരണ്ട വെളിച്ചം മാത്രമുള്ള പടികളിലൂടെ താഴേക്ക് ഇറങ്ങുവാണ്. അവിടെയെല്ലാം കുറെ അറകളുണ്ട്. അവയിൽ പലതും ചെറിയ കൂട്ടായ്മകൾക്കായി ഒരുക്കിയിരിക്കുന്നത് പോലെ തോന്നി. കല്ലുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ വലിയ കെട്ടിടത്തിനുള്ളിലെ നീണ്ട വരാന്തക്കരികിൽ ഫ്രഞ്ച് സർവീസ് നടത്തുന്ന ഒരു മുറിയുടെ വാതിൽ. നടന്നു നീങ്ങുമ്പോൾ അവിടെയായി ഓരോ കാലഘട്ടത്തിലെ ആത്മീയ നേതാവിനെയും അവരുടെ ചെറു ചരിത്രവും അവരുപയോഗിച്ച ചില വസ്തുക്കളും വസ്ത്രങ്ങളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കത്തീഡ്രലിന്റെ 5 ഗോപുരങ്ങളിൽ 3 എണ്ണത്തിൽ മൊത്തം 21 മണികളുണ്ട്. കത്തീഡ്രൽ ലൈബ്രറിയിൽ 20-ാം നൂറ്റാണ്ടിന് മുമ്പ് അച്ചടിച്ച 30,000 പുസ്തകങ്ങളുടെയും ലഘുലേഖകളുടെയും ശേഖരമുണ്ട്. പ്രിൻസസ് ഓഫ് വെയിൽസ് റോയൽ റെജിമെന്റിന്റെ നിറങ്ങളുള്ള വാരിയേഴ്സ് ചാപ്പലാണിത്. അതുകൊണ്ട് വിവിധ കൊടികൾ മുകളിൽ കാണാം. 7-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഇംഗ്ലണ്ടിലെ പ്രാഥമിക സഭാ കേന്ദ്രമാണ് ഇതിന്റെ കത്തീഡ്രൽ. ഗ്രിഗറി മാർപ്പാപ്പ ആംഗ്ലോ സാക്സോണുകളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഗ്രിഗോറിയൻ ദൗത്യത്തിന് നേതൃത്വം നൽകാൻ അയച്ച ഇംഗ്ലീഷുകാരുടെ ബിഷപ്പ് എന്നറിയപ്പെട്ട സെന്റ് അഗസ്റ്റിൻ 597 കാൻഡ്വാര ബൈരിഗിലെ കെന്റിലെ രാജകൊട്ടാരത്തിലെത്തി ഏതൽബർട്ട് 1-ാമൻ രാജാവിന്റെ വരവേൽപ്പിന് സാക്ഷ്യം വഹിച്ചു. അദ്ദേഹമാണ് കാൻറ്റർബറി കത്തീഡ്രൽ എന്ന് ഇന്നറിയപ്പെടുന്ന അന്നത്തെ ക്രൈസ്റ്റ് ചർച്ച് പണിഞ്ഞത്. 1011 ഡാനിഷ് അക്രമത്തിൽ കത്തീഡ്രലിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. 1012 ഏപ്രിൽ 19 ഗ്രീൻവിച്ചിൽ വെച്ച് ബന്ധിയാക്കി കൊലപ്പെടുത്തിയ ആർച്ച് ബിഷപ്പ് ആൽഫേയ കാൻറ്റർബറിയിലെ രക്തസാക്ഷികളായ 5 ആർച്ച് ബിഷപ്പുമാരിൽ ആദ്യത്തെയാളായി. 1170 ഹെൻറി 2-ാമൻ രാജാവിന്റെ പടയാളികൾ ആർച്ച് ബിഷപ്പ് തോമസ് ബെക്കറ്റിനെ കൊലപ്പെടുത്തി. ഇതൊക്കെയാണ് ചരിത്രങ്ങൾ ഇവിടുത്തെ. കത്തീഡ്രലിന് പുറത്തിറങ്ങിയാൽ അവിടെയും ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതിവിടുത്തെ ഒരു മെമ്മോറിയൽ സ്റ്റാച്യു ആണ്. വിഷ്വൽ ആർട്സ് കോളേജ് സ്റ്റുഡൻസും ഈ കത്തീഡ്രലിലും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്ന് 1-ാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട 80 ലക്ഷത്തിൽ പരം വരുന്ന ഈ ഭൂഖണ്ഡത്തിലെ കുതിരകളെ അനുസ്മരിപ്പിക്കുന്ന ദി കാൻറ്റർബറി വാർ ഹോഴ്സ് എന്ന ശില്പം. എല്ലാ വഴികളിലും എല്ലായിടത്തും സന്ദർശകരെ കാണാം. ഈ കത്തീഡ്രലിൽ 1400 വർഷമായിട്ട് ഒരു കോറൽ പാരമ്പര്യമുണ്ട്. 8-നും 13-നും ഇടയിൽ പ്രായമുള്ള 25 ആൺകുട്ടികൾ ഉൾപ്പെടുന്ന ഗായക സംഘവും 2014 സ്ഥാപിതമായ പെൺകുട്ടികളുടെ ഗായക സംഘവുമുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 5:30 കോറൽ ഈവന്റ് സോങ്ങിനൊപ്പം ആഴ്ചയിൽ 7 പരിപാടികൾ ഇവർക്കിവിടെയുണ്ട്. പള്ളിക്ക് വെളിയിൽ പല ഭാഗത്തായി പള്ളിയുടെയും പരിസര പ്രദേശങ്ങളുടെയും മാപ്പ് രേഖപ്പെടുത്തിയ ബോർഡുകളും കാണാം. ചിലത് കാഴ്ചയ്ക്ക് പരിമിതി ഉള്ളവർക്കായുള്ള ലിപിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ചരിത്രങ്ങളും മറ്റും അതിലും എഴുതിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് കാണുന്ന അസാധാരണമായ 7 മരങ്ങളിൽ ഒരെണ്ണമായിരിക്കണം ഇത്. അവയിൽ 3 എണ്ണമെങ്കിലും 1800കളുടെ തുടക്കത്തിൽ നട്ടുപിടിപ്പിച്ചതാണെന്ന് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നു.
ബോർഡിലെ ഈ മാപ്പിൽ കാണുന്നത് പോലെ അത് വച്ചിരിക്കുന്ന പോയിന്റുകൾ ചേർത്ത് വരച്ചാൽ ഇതുപോലെ കുരിശ് കിട്ടും. മലിനീകരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ തടയാൻ സഹായിക്കുന്ന പുറംതൊലിയിലെ സ്ട്രിപ്പുകൾ ചൊരിയുന്ന ഒരു ആഫ്രിക്കൻ മരങ്ങളുമായി സാമ്യമുള്ളതിനാൽ ബയോബാബ് പ്ലെയിൻ ട്രീ എന്ന് പേരുള്ള ഭയങ്കര വണ്ണമുള്ളൊരു വൃക്ഷമാണ്. കത്തീഡ്രലിന് അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. എല്ലായിടത്തും ഇല പഴുത്ത മരങ്ങളും പച്ച വിരിച്ച സ്ഥലത്തിനുമിടയിലൂടെ നീണ്ടുകിടക്കുന്ന കല്ലുകൾ പാകിയ നടപ്പാതയുമാണ്. ഈ പാർക്കിനുള്ളിൽ നിരവധി സ്മാരക ശിലകളുണ്ട് എന്ന് ഈ ബോർഡ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഓരോ ചരിത്ര സംഭവങ്ങളെ കാണിക്കുന്ന സെൻട്രൽ ക്രോസ്, കുരിശുയുദ്ധക്കാരുടെ വാൾ, കടൽ ശക്തിയുടെ കപ്പൽ, റോസാപ്പൂക്കളുടെയും ആമ്പൽ പൂക്കളുടെയും റീത്ത്, അർമേനിയൻ അഗ്നിപർവ്വത ശിലയിൽ നിർമ്മിച്ച ഖച്കർ കുരിശ്, വിൽബർ ഫോഴ്സ് സ്റ്റാൻഡിംഗ് സ്റ്റോൺ, അങ്ങനെ. ഇവിടെ ആൾക്കാരെ അടക്കം ചെയ്ത സ്ഥലമായതുകൊണ്ട് പുല്ലിൽ ചവിട്ടരുത് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. പാർക്കിന് പുറത്തിറങ്ങിയാൽ അതിന്റെ വാതിലിൽ തന്നെ വരാനിരിക്കുന്ന ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്ന എക്സിബിഷനായിട്ടുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നു വരുന്നു. കുറെ സ്റ്റോറുകളുണ്ട്. പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഇവിടുത്തെ ഷോപ്പിലൂടെയാണ്. ഈ പള്ളിയുടെ പടമുള്ള പോസ്റ്റ് കാർഡുകളും ഇതുമായി ബന്ധമുള്ള പുസ്തകങ്ങളും സുവനീറുകളും ഒക്കെ വിൽക്കുന്ന ഷോപ്പിലൂടെ നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ്. യാത്ര വീണ്ടും തുടരുന്നു. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.